ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രേസി മീഡിയ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഫുൾ സ്ക്രീൻ വാട്സപ്പ് സ്റ്റാറ്റസുകൾ എങ്ങനെ നമുക്ക് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ ആപ്ലിക്കേഷൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, അപ്പോൾ പ്ലേ സ്റ്റോറിൽ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് അതിലും അടിപൊളിയായിട്ടുള്ള പുതിയൊരു സ്റ്റാറ്റസ് മേക്കിംഗ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തരാം. അപ്പോൾ നമുക്കധികം സമയം വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ പുതിയാണെങ്കിൽ ദയവേത് വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് വരൂ. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇൻഷോട്ട് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. പ്ലേ സ്റ്റോറിൽ ഇതിന് 100 മില്യണിലേറെ ഡൗൺലോഡ്സ് ഉണ്ട്, അതേപോലെ 4.8 റേറ്റിംഗും ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാം. ഇതിൽ വീഡിയോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഗാലറിയിലെ വീഡിയോസൊക്കെ ഇവിടെ വരും. അതിൽ നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് സ്റ്റാറ്റസ് വീഡിയോ വേണ്ടത് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ താഴെ കാണുന്ന ഈ ഒരു ഗ്രീൻ ടിക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് താഴെയായിട്ട് ഇൻഷോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാട്ടർ മാർക്ക് കാണാം. അതിൻ്റെ തൊട്ടടുത്ത് നിങ്ങൾക്ക് ഒരു ക്രോസ് ബട്ടൺ കാണാം. അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു വാട്ടർ മാർക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് പ്രോ വേർഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് റിമൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ 190 രൂപ കൊടുത്താൽ റിമൂവ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണെങ്കിൽ നിങ്ങൾ നെറ്റ് ഓൺ ചെയ്തിട്ട് ഫ്രീ റിമൂവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒരു ആഡ് വരും. അപ്പോൾ ആ ആഡ് ഇവർ ഒരു 10 സെക്കൻഡ് കാണാൻ പറയും. അപ്പോൾ നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ്. ആണല്ലേ, ഒരു ആഡ് വന്നിട്ടുണ്ട്. ഇതാ, നിങ്ങൾ എന്നിട്ട് ഈ ആഡ് അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വാട്ടർ മാർക്ക് ഇവിടെ പോയിട്ടുണ്ടാവും. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് നിങ്ങളുടെ വീഡിയോ. നിങ്ങൾക്ക് ഇത് ഫുൾ സ്ക്രീൻ സ്റ്റാറ്റസ് ആക്കി മാറ്റണമെങ്കിൽ ഇവിടെ കാണുന്ന ക്യാൻവാസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ റേഷ്യോ ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ റേഷ്യോ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരുപാട് ആസ്പെക്ട് റേഷ്യോസ് വന്നിട്ടുണ്ടാവും. ഫുൾ സ്ക്രീൻ ആണെങ്കിൽ നിങ്ങൾ ഇതാ ഇവിടെ ടിക്ടോക്കിൻ്റെ ഈ ഒരു ഓപ്ഷൻ 9:16 എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയുടെ റേഷ്യോ ആസ്പെക്ട് റേഷ്യോ ഫുൾ സ്ക്രീനായി മാറിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ പിഞ്ച് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഫുൾ സ്ക്രീനായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. എങ്ങനെയാണോ വേണ്ടത് അതേപോലെ പിഞ്ച് ചെയ്തിട്ട് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ടിക്ക് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ, നിങ്ങളുടെ വീഡിയോ കറക്റ്റ് ഫുൾ സ്ക്രീനായി മാറിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ട്രിം, സ്പീഡ്, ഒരുപാട് ഓപ്ഷൻസ് വരും. ഫ്ലിപ്പ്, ഒരുപാട് ഓപ്ഷൻസ് വരും. സ്പീഡ് ആക്കാം. പിന്നെ അല്ലേ, ഇതിലെ വോളിയം നിങ്ങൾക്ക് കുറക്കാം, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ കംപ്ലീറ്റ്ലി വീഡിയോ മ്യൂട്ട് ആവുന്നതായിരിക്കും. ഓക്കെ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു ട്രിം എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കണ്ടില്ലേ, നിങ്ങളുടെ വീഡിയോ കറക്റ്റായിട്ട് ട്രിം ചെയ്യാം, കട്ട് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം. ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. സൂം സെലക്ഷൻ കണ്ടില്ലേ, ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് വേണ്ടുന്ന പോലെ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് വെക്കാം. പിന്നെ ഇവിടെ കാണുന്ന ഈ ഒരു സർക്കിൾ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ എല്ലാം നിങ്ങൾ ഇതുവരെ ചെയ്ത ട്രിം ചെയ്ത സംഭവമൊക്കെ റീസെറ്റ് ആകുന്നതായിരിക്കും. ഓക്കെ, അത് നമ്മുടെ അൺഡു ഓപ്ഷൻ ഇല്ലേ, അതേ സംഭവം. പിന്നെ ഇവിടെ ഫിൽറ്റർ എന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോന് വേണ്ടുന്ന ഫിൽറ്റർ വെച്ച് കൊടുക്കാം. കുറേ ഫിൽറ്റേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്, എഫക്റ്റ്. കണ്ടില്ലേ, ഈ എഫക്റ്റ്, ഇതിലുള്ള എഫക്ട്സൊക്കെ അടിപൊളിയാണ് ഗൈസ്. ജസ്റ്റ് നിങ്ങൾ നോക്ക്, കണ്ടില്ലേ, ഒരുപാട് എഫക്ട്സ് ഇതിൽ അവൈലബിൾ ആണ്. കണ്ടില്ലേ, ഇതൊക്കെ പെയ്ഡാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള എഫക്ട്സ് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് അടിപൊളി എഫക്ട്സ് അവൈലബിൾ ആണ്. ഇതിൽ ഏത് എഫക്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. കണ്ടില്ലേ, അടിപൊളിയാണ്. ഗ്ലിച്ച് എഫക്റ്റ് അടിപൊളിയാണ് ഗൈസ്. ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു അതിലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ഉണ്ട്. ഇവിടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എഫക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ വാർമത്ത്, സാച്ചുറേഷൻ, ഇതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ടിക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയല്ല, നമ്മുടെ വീഡിയോ കറക്റ്റായിട്ട് വരുന്നതായിരിക്കും. ഞാനിപ്പോൾ ഓഡിയോ ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് ഓഡിയോ മ്യൂട്ട് ചെയ്ത് വെച്ചത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ മ്യൂസിക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടുന്ന മ്യൂസിക് ഇതിൽ ആഡ് ചെയ്യാം. ട്രാക്സ് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ
ഫോണിലുള്ള ഓഡിയോസ് നിങ്ങൾക്ക് ഇതിൽ വെച്ച് കൊടുക്കാൻ സാധിക്കും. പിന്നെ എഫക്ട്സ് ഉണ്ട്, അതേപോലെ റെക്കോർഡ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ റെക്കോർഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിൽ ഓഡിയോ ആഡ് ചെയ്യാം. ഓക്കെ. പിന്നെ ഇതിലുള്ള ഓപ്ഷൻസ് സ്റ്റിക്കേഴ്സ് ഉണ്ട്, ആണല്ലേ, ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ ഇതിൽ ടെക്സ്റ്റ് ഉണ്ട്. നമുക്ക് നമ്മുടെ പേര് അടിച്ചു വെക്കാം. കണ്ടില്ലേ, നമുക്ക് നമ്മുടെ പേര് അടിച്ച് വെച്ചിട്ട് ഇതാ ഫോണ്ട്, ഒരുപാട് ഫോണ്ട് അവൈലബിൾ ആണ്, കളറും അവൈലബിൾ ആണ്. പിന്നെ ഇതാ ആനിമേഷൻ, ഒരുപാട് കാര്യങ്ങളുണ്ട്. കണ്ടില്ലേ, നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇതാ കറക്റ്റായിട്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. കണ്ടില്ലേ നമ്മുടെ പേര്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാ ക്രോപ്പ് ഉണ്ട്, ഫ്രീസ് ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. ഫ്ലിപ്പ് ഉണ്ടല്ലേ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ, ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാനുള്ള ഓപ്ഷൻ, ഇതാ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങളുടെ വീഡിയോ എഡിറ്റിംഗ് മുഴുവനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ മുകളിൽ കാണുന്ന ഈ ഒരു സേവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഫോർമാറ്റ്സ് വരും. അത് നിങ്ങൾക്ക് വേണ്ടുന്ന ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വീഡിയോ സേവ് ചെയ്യാം. വേണമെങ്കിൽ കസ്റ്റമൈസ് ക്ലിക്ക് ചെയ്തിട്ട് 240pയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫോർമാറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാം. ഞാനിപ്പം ജസ്റ്റ് 360pയിൽ ഇത് എക്സ്പോർട്ട് ചെയ്യുന്നു, അതായത് സേവ് ചെയ്യുന്നു. ജസ്റ്റ് 7MB ഉള്ളൂ. ഞാനിപ്പോൾ നെറ്റ് ഓൺ ചെയ്തതുകൊണ്ട് ആഡ്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നെറ്റ് ഓഫ് ആക്കിയിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ആഡ് വരില്ല. അപ്പോൾ എന്താ വീഡിയോ കൺവേർട്ട് ആകുന്നുണ്ട്. വീഡിയോ സേവ് ആയിട്ടുണ്ട്. വീഡിയോ സേവ് ആയാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്കും വാട്സപ്പിലേക്കും യൂട്യൂബിലേക്കും എല്ലാ സോഷ്യൽ മീഡിയയിലേക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഷെയർ ചെയ്യാം. നിങ്ങളുടെ വീഡിയോ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ടാവും. നിങ്ങൾ ഗാലറി ഓപ്പൺ ചെയ്താൽ ഇൻഷോട്ട് എന്ന ഫോൾഡറിൽ നിങ്ങളുടെ വീഡിയോ സേവ് ചെയ്ത വീഡിയോ വന്നിട്ടുണ്ടാവും. നല്ല അടിപൊളി ക്വാളിറ്റിയിൽ നിങ്ങൾക്കിവിടെ വീഡിയോ പ്ലേ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.